ഇൻഷുറൻസ് കമ്പനി നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ നിങ്ങളോ നിങ്ങളുടെ കാർന്നോമാരോ കിടന്ന് നടക്കുന്ന സമയത്ത് ഇൻഷുറൻസ് കമ്പനി നിങ്ങളുടെ ക്യാഷ്ലെസ് ക്ലെയിം റിജക്ട് ചെയ്യുമെന്ന് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു നിസ്സഹായതാവസ്ഥയുണ്ട്. ഒരു കാരണമില്ലാതെ ചില സമയത്ത് കമ്പനി ഇങ്ങനെ തള്ളിക്കളയുമ്പോൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് ലക്ഷങ്ങൾ അടച്ചിട്ടാണ് ഈ പാവങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഇന്ന് ഞാൻ എന്റെ ഏറ്റവും പേഴ്സണൽ ആയ ഒരു അനുഭവം കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. എന്റെ ഹയർ സെക്കൻഡറി പഠനകാലം മുതൽ എനിക്ക് സിവിയർ ആയ മൈഗ്രെയിൻ ഉള്ളതാണ്. നിങ്ങൾക്കറിയായിരിക്കും മൈഗ്രെയിന് ഒരു പെർമനന്റ് ക്യൂർ ഇല്ല. അതിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ ഒഴിവാക്കുക എന്നതാണ് ഒരേ ഒരു വഴി. 2020 ഞങ്ങളുടെ ഫാമിലി സ്റ്റാർ ഹെൽത്തിൽ നിന്ന് ഒരു 10 ലക്ഷത്തിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത്. ആ സമയത്ത് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് വല്ലതും ഉണ്ടോ എന്ന് ഏജന്റ് ചോദിച്ചപ്പോൾ ഞങ്ങൾ കാര്യം തുറന്നു പറഞ്ഞു. സ്ഥിരമായ മരുന്നുകളൊന്നും കഴിക്കുന്നില്ല എന്ന കാര്യവും വ്യക്തമാക്കിയിരുന്നു. പക്ഷെ 2025 ഓഗസ്റ്റ് 4 എനിക്ക് സിവിയർ മൈഗ്രെയിൻ അറ്റാക്ക് വരികയും മെയ്ത്ര ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരികയും ചെയ്തു. അഡ്മിഷൻ ആയതുകൊണ്ട് തന്നെ സ്റ്റാർ ഹെൽത്തിൽ ക്ലെയിമിനായി അപ്ലൈ ചെയ്തു. എന്നാൽ ഇത് നേരത്തെയുള്ള രോഗമാണെന്ന് പറഞ്ഞ് കമ്പനി എന്റെ ക്ലെയിം റിജക്ട് ചെയ്യുകയാണ് ഉണ്ടായത്. രസകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ അതേ വർഷം ഫെബ്രുവരിയിൽ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ മൈഗ്രെയിൻ ട്രീറ്റ്മെന്റിനായി പോയപ്പോൾ ഇതേ ഇൻഷുറൻസ് കമ്പനി എനിക്ക് തുക അനുവദിച്ചു തന്നിരുന്നു. അപ്പോൾ ക്ലെയിം തന്നവർ ഇപ്പോഴെന്തിനാണ് റിജക്ട് ചെയ്യുന്നത് എന്ന് തിരിച്ചു ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ രണ്ടാമത്തെ കാര്യം മൈഗ്രെയിന് ഹോസ്പിറ്റൽ അഡ്മിഷന്റെ ആവശ്യമില്ല എന്നതായിരുന്നു. 2 തവണ 2 വെവ്വേറെ കാരണങ്ങൾ പറഞ്ഞ് ക്ലെയിം നിരസിച്ചപ്പോൾ ഞാൻ ഇതിനെതിരെ അവരുടെ ഇന്റേണൽ ഗ്രീവൻസ് സെല്ലിൽ പരാതി നൽകി. പക്ഷെ അവിടെ നിന്നും എനിക്ക് നെഗറ്റീവ് മറുപടിയാണ് ലഭിച്ചത്. തുടർന്ന് ഞാൻ ഇൻഷുറൻസ് ഓംബുഡ്സ്മാനെ സമീപിക്കാൻ തീരുമാനിച്ചു. ഓംബുഡ്സ്മാൻ ഹിയറിംഗിനായി ഒരു തീയതി നിശ്ചയിച്ചു. അന്നത്തെ ഹിയറിംഗിൽ എന്റെ ഭാഗവും ഇൻഷുറൻസ് കമ്പനി പ്രതിനിധിയുടെ ഭാഗവും ഓംബുഡ്സ്മാൻ വിശദമായി കേട്ടു. ഒടുവിൽ ക്ലെയിം തുക മുഴുവനായും എനിക്ക് സെറ്റിൽ ചെയ്ത് നൽകാൻ ഓംബുഡ്സ്മാൻ ഉത്തരവിട്ടു. അങ്ങനെ എനിക്ക് അർഹതപ്പെട്ട മുഴുവൻ തുകയും കമ്പനിയിൽ നിന്ന് തിരികെ ലഭിച്ചു. ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇൻഷുറൻസ് ആക്ടിലെ സെക്ഷൻ 45 കുറിച്ചാണ്. തെറ്റായ വിവരങ്ങൾ നൽകിയെന്നോ ഫാക്സ് മറച്ചുവെച്ചെന്നോ ആരോപിച്ച് ഒരു പോളിസിയെ ചോദ്യം ചെയ്യാനോ നിഷേധിക്കാനോ കമ്പനികൾക്ക് 3 വർഷത്തെ സമയപരിധിയേ ഉള്ളൂ. 3 വർഷം കഴിഞ്ഞൊരു പോളിസിയെ പെട്ടെന്ന് തള്ളിക്കളയാൻ ഇൻഷുറൻസ് കമ്പനിക്ക് സാധിക്കില്ല. അപ്പൊ അത്രേ ഉള്ളൂ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.